ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജാസിം. മൈൻവെസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നില്ലാണ്. അപ്പൊ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മ്യൂച്വൽ ഫണ്ട് എന്താണ്, മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, അതുപോലെ ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സും മ്യൂച്വൽ ഫണ്ട്സിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പൊ നമുക്ക് ആദ്യം മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് നോക്കാം. മ്യൂച്വൽ ഫണ്ട് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൊഫഷണലി മാനേജർ ഫണ്ടാണ്. ഈ ഫണ്ടിൽ എന്ത് ചെയ്യും? എന്നെയും നിങ്ങളെയും പോലുള്ള ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യും. അവിടെ ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ഈ ഫണ്ട് മാനേജർ പ്രത്യേകത എന്താ വെച്ചാൽ അയാൾ വളരെ പ്രൊഫഷണൽ ആണ്. ഡെയിലി മാർക്കറ്റ് വാച്ച് ചെയ്ത് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിച്ചിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യും. ആ ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺസ് എന്ത് ചെയ്യും? ഇൻവെസ്റ്റേഴ്സിന് നൽകും. മൊത്തം റിട്ടേൺസ് അല്ല, അതിൽ നിന്ന് ഒരു പെർസെന്റേജ് എടുത്തിട്ട് ബാക്കി എന്ത് ചെയ്യും? ഇൻവെസ്റ്റേഴ്സിന് നൽകും. ഇതാണ് ബേസിക്കലി മ്യൂച്വൽ ഫണ്ട്. അപ്പൊ നമുക്ക് ഇനി ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും അതുപോലെ മ്യൂച്വൽ ഫണ്ടും തമ്മിലൊരു വ്യത്യാസം എക്സാമ്പിളിലൂടെ പറയാം. അതിൽ രണ്ട് കേസാണുള്ളത്. ഒന്നാമത്തെ കേസിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയാം, അതുപോലെ നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്തേക്കുള്ള വഴി അറിയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കാർ എടുക്കും, ആ സ്ഥലത്ത് പോകും. അതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്താണ്? നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയില്ല, അതുപോലെ നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലത്തേക്കുള്ള വഴി അറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ടാക്സി വിളിക്കും, ഇല്ലെങ്കിൽ ഒരു ഡ്രൈവറെ ഹയർ ചെയ്യും. ഇത് തന്നെയാണ് മ്യൂച്വൽ ഫണ്ടും അതുപോലെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്നുള്ളതാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് ഒരു ഫണ്ട് സെലക്ട് ചെയ്യും. ആ ഫണ്ടിലേക്ക് എന്ത് ചെയ്യും? ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യും. ആ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കൂടെ കൂട്ടിയിട്ട് ഒരു പൂൾ ഓഫ് മണി ഉണ്ടാവും. ആ പൈസ ഒരു പ്രൊഫഷണൽ ഫണ്ട് മാനേജർ എന്ത് ചെയ്യും? ഇന്റലിജന്റ്ലി ഇൻവെസ്റ്റ് ചെയ്യും. ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയിലേക്കോ ഇല്ലെങ്കിൽ ആ ഫണ്ട് എന്തിനു ബേസ് ചെയ്താണോ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അതിനുള്ള റിട്ടേൺസ് എന്ത് ചെയ്യും? ഇൻവെസ്റ്റേഴ്സിന് നൽകും. ഒരു പെർസെന്റേജ് എടുത്തിട്ട് ബാക്കി ഇൻവെസ്റ്റേഴ്സിന് നൽകും. ഇത് ഇങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആണ് നോക്കാൻ പോകുന്നത്. മെയിൻ ആയിട്ട് 5 ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഉള്ളത്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്, ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്, ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്, സൊല്യൂഷൻ ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട്, അതർ മ്യൂച്വൽ ഫണ്ട്. അതർ മ്യൂച്വൽ ഫണ്ട് പറയുന്നത് ഇൻഡെക്സ് ഫണ്ട്സ് പോലുള്ള സംഭവങ്ങളാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് നോക്കാം. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സിന്റെ പറയുന്ന പേരാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹയർ റിട്ടേൺസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ആണ് നല്ലത്. രണ്ടാമത് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് പറഞ്ഞാൽ നമ്മൾ ഡെപ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണ് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്. കമ്പാരിറ്റീവ്ലി റിവാർഡ് കുറവായിരിക്കും, അതുപോലെ റിസ്ക്കും കുറവായിരിക്കും. ഇക്വിറ്റിയും ഡെപ്റ്റും തമ്മിൽ വ്യത്യാസം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെറുതായിട്ട് മെൻഷൻ ചെയ്തിരുന്നു. ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. അതുപോലെ നാലാമതായിട്ട് വരുന്നതാണ് സൊല്യൂഷൻ ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട്. നമുക്കൊരു സൊല്യൂഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ പറ്റുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ് സൊല്യൂഷൻ ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട്. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മക്കളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ് സൊല്യൂഷൻ ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട്. അതുപോലെ അടുത്തതാണ് അതർ മ്യൂച്വൽ ഫണ്ട്. അതർ മ്യൂച്വൽ ഫണ്ടിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് ഇൻഡെക്സ് ഫണ്ട്സ്. അത് നമ്മുടെ നിഫ്റ്റി 50, അതുപോലെ നിഫ്റ്റി 200, നിഫ്റ്റിയിലെ 50 കമ്പനീസിന്റെ അല്ലെങ്കിൽ 200 കമ്പനീസിന്റെ ട്രാക്ക് ചെയ്യുന്ന ഫണ്ടാണ് ഇൻഡെക്സ് ഫണ്ട്സ് എന്ന് പറയുന്നത്. വേറെ ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഒരു കുറച്ച് ഫണ്ട് നമ്മുടെ കയ്യിൽ കിട്ടി, നമുക്കറിയില്ല അത് വെച്ച് എന്ത് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തണോ എന്ന് നമുക്കറിയില്ല. അപ്പൊ ആ ഫണ്ട് നമുക്ക് ടെമ്പററി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട് പറയുന്നത്. ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 ദിവസം മുതൽ 91 ദിവസം വരെയാണ്. മാക്സിമം 91 ദിവസം വരെ ഉള്ളൂ നമുക്ക് ആ ഫണ്ട് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിൽ വെക്കാൻ പറ്റുക. അപ്പോ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടെമ്പററി ആയിട്ട് നമ്മളെ ഫണ്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്. അതുപോലെ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിനെക്കാട്ടിലും നമുക്ക് റിട്ടേൺസ് തരാൻ കഴിയുന്ന ഒരു മ്യൂച്വൽ ഫണ്ട്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൂൾ കൂടിയാണ് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്. ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എക്സിറ്റ് ലോഡ് ഉണ്ടോ എന്നുള്ളത്. ചില ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിന് ചിലതിന് മാത്രം ഒരു മിനിമം ഡ്യൂറേഷൻ ഉണ്ടാവും, ഇത്ര ദിവസം വരെ ഫണ്ട് അതിൽ വെക്കണം എന്ന്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മേലൊരു ചാർജ് ഉണ്ടാവും. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് മ്യൂച്വൽ ഫണ്ട്സിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ്. മ്യൂച്വൽ ഫണ്ടിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ഡൈവേഴ്സിഫിക്കേഷൻ. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സ് ഒരു സ്റ്റോക്കിലേക്കല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഡിഫറെന്റ് സെക്ടേഴ്സിലുള്ള ഡിഫറെന്റ് സ്റ്റോക്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഡെപ്റ്റിന്റെ കാര്യമാണെങ്കിൽ തന്നെ ഡിഫറെന്റ് സെക്യൂരിറ്റീസിലേക്കാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ ഒരു സെക്യൂരിറ്റി ഡിക്ലൈൻ ചെയ്താലും മറ്റേത് അഡ്വാൻസ് ചെയ്തിട്ട് നല്ല റിട്ടേൺസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണ് പ്രൊഫഷണലി മാനേജ്ഡ് ആണ്. ഒരു പ്രൊഫഷണൽ ഫണ്ട് മാനേജർ ഡെയിലി മാർക്കറ്റ് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ നല്ല നല്ല ഇൻവെസ്റ്റ്മെന്റ്സ് എടുക്കാൻ കേപ്പബിൾ ആയ ആള് ആയതുകൊണ്ട് തന്നെ നമ്മളെ ഫണ്ട് നല്ല രീതിയിൽ തന്നെ മാനേജ് ആവും. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് ലിക്വിഡിറ്റി. ഹൈ ലിക്വിഡ് ഫണ്ട്സും നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് അഫോർഡബിൾ ആണ് മ്യൂച്വൽ ഫണ്ട്സ്. നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ യൂണിറ്റ്സ് ആയിട്ടാണ് വാങ്ങുക. ഇൻഡെക്സ് ഫണ്ട്സ് ഒക്കെ യൂണിറ്റ്സ് ആയിട്ടാണ് കിട്ടുക. ഒരു യൂണിറ്റിന് 10 രൂപ. അതുപോലെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് 100 രൂപ അല്ലെ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും മ്യൂച്വൽ ഫണ്ട്സ് തുടങ്ങാൻ സിമ്പിൾ ആണ്. അഞ്ചാമത്തെ അഡ്വാൻറ്റേജ് ആണ് കോമ്പൗണ്ടിങ്. നമ്മൾ ലോങ് ടേമിലേക്ക് മ്യൂച്വൽ ഫണ്ട് SIP ആയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വലിയ രീതിയിൽ തന്നെ നമ്മളെ വെൽത്ത് കോമ്പൗണ്ട് ചെയ്ത് ഗ്രോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അതിൽ ഒന്നാമതായിട്ട് തന്നെ വരുന്നത് ഫീസ് ആൻഡ് എക്സ്പെൻസസ് ആണ്. നമ്മുടെ ടോട്ടൽ ഔട്ട്കം, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ടോട്ടൽ ഔട്ട്കമ്മിന്റെ ഒരു 1 to 3% എക്സ്പെൻസ് റേഷ്യോ എന്നാണ് അതിന് പറയാൻ. 1 to 3% ഫീസ് ആയിട്ട് കൊടുക്കേണ്ടി വരും. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് ആണ് മാർക്കറ്റ് റിസ്ക്. മാർക്കറ്റ് റിസ്ക് ഉണ്ട് മ്യൂച്വൽ ഫണ്ടില്. ഫ്ലക്ച്വേഷൻസും അതുപോലെ ഡിപ്പുകളൊക്കെ നമ്മളെ ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ആണ് നോ കൺട്രോൾ ഓവർ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ്. നമുക്കൊരു ഇൻഡിവിജ്വൽ സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റിന്റെ മേലിൽ ഒരു കൺട്രോൾ കിട്ടൂല. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് നിങ്ങൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ടൈമും നിങ്ങളുടെ നോളജും റിസ്ക് അപ്പറ്റൈറ്റും ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ അത് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മാർക്കറ്റ് വാച്ച് ചെയ്യാൻ ടൈം ഉണ്ട്, അതുപോലെ അതിനെക്കുറിച്ച് ചെറിയ നോളജ് ഉണ്ട്, ഒരു സ്റ്റോക്ക് എങ്ങനെ അനലൈസ് ചെയ്യാന്ന് അറിയാം. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നേരെ മറിച്ച് നിങ്ങൾക്ക് അതിന് ടൈമിൽ ഒരു ഫുൾ ടൈം ജോബില്ല ഒരാളാണ്, അതുപോലെ മാർക്കറ്റിനെ കുറിച്ച് വലിയ നോളജ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. നമുക്കൊരു പാസീവ് ഇൻകം അതുപോലെ ലോ എഫേർട്ട് ഇട്ടിട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. റിസ്ക്കും കുറവായിരിക്കും. ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുകയാണെങ്കിൽ നമുക്ക് ഹൈ റിവാർഡ് പൊട്ടൻഷ്യലുള്ള ഒരു മെത്തഡാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ടൈം ഉണ്ട്, അതുപോലെ സ്റ്റോക്ക് അനലൈസ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ ഡയറക്റ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഇത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ടൈമും അതുപോലെ നിങ്ങളുടെ നോളജും നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റും വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക. താങ്ക് യു.